ചേലക്കര നിയമസഭാ മണ്ഡലത്തിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ മികച്ച പോളിംഗ് രേഖപ്പെടുത്തി 72.77% പോളിംഗ്. ആകെയുള്ള 2,13,103 വോട്ടർമാരിൽ 1,55,077 പേർ വോട്ട് രേഖപ്പെടുത്തി. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് 1000-ഓളം വോട്ടർമാർ ഇക്കുറി അധികമായി പോളിംഗ് ബൂത്തിലെത്തി. വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്ന 3 ട്രാൻസ്ജെൻഡർമാരിൽ ഒരാളും സമ്മതിദാനാവകാശം വിനിയോഗിച്ചു. ചേലക്കര നിയോജക മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ രാവിലെ 7 മണി മുതൽ തന്നെ പോളിംഗ് ആരംഭിച്ചു. 9 പഞ്ചായത്തുകളിലായി 177 ബൂത്തുകളിലാണ് വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്താൻ എത്തിയത്. വരവൂരിൽ 13, ദേശമംഗലം 15, ചെറുതുരുത്തി 18, പാഞ്ഞാൾ 19, ചേലക്കര 31, കൊണ്ടാഴി 16, തിരുവില്ലാമല 20, മുള്ളൂർക്കര 15, പഴയന്നൂർ 30 എന്നിങ്ങനെയായിരുന്നു ബൂത്തുകളുടെ ക്രമീകരണം. 3 ഓക്സിലറി ബൂത്തുകളും ഉണ്ടായിരുന്നു. പോളിംഗ് തുടങ്ങിയത് മുതലുള്ള ആദ്യ മണിക്കൂറുകളിൽ പോളിംഗ് ശതമാനം നല്ല രീതിയിൽ ഉയർന്നു. എന്നാൽ ഉച്ചയായപ്പോൾ പോളിംഗ് മന്ദഗതിയിലായി. ഉച്ചയ്ക്ക് ശേഷം പോളിംഗ് വലിയ രീതിയിൽ ഉയരുകയായിരുന്നു. 5 മണിയായപ്പോൾ പോളിംഗ് ശതമാനം 70 കടന്നു. പോളിംഗ് ആരംഭിക്കുന്നതിന് അരമണിക്കൂർ മുൻപേ തന്നെ ബൂത്തുകളിൽ നീണ്ട ക്യൂ ആരംഭിച്ചിരുന്നു. സ്ത്രീ വോട്ടർമാർ ബഹുഭൂരിപക്ഷവും വോട്ട് രേഖപ്പെടുത്താനെത്തി. മണ്ഡലത്തിൽ ആകെയുള്ള 2,13,103 വോട്ടർമാരിൽ 1,55,077 പേർ വോട്ട് രേഖപ്പെടുത്തി. 1,01,903 പുരുഷ വോട്ടർമാരിൽ 72,319 പേരും 1,11,197 സ്ത്രീ വോട്ടർമാരിൽ 82,757 പേരും വോട്ട് ചെയ്തു. വോട്ടർ പട്ടികയിൽ ആകെയുള്ള 3 ട്രാൻസ്ജെൻഡർമാരിൽ 1 ട്രാൻസ്ജെൻഡർ സമ്മതിദാനാവകാശം വിനിയോഗിച്ചു. 2021 തെരഞ്ഞെടുപ്പിനേക്കാൾ 1000-ലേറെ പേർ ഉപതെരഞ്ഞെടുപ്പിൽ അധികമായി വോട്ട് രേഖപ്പെടുത്തി. 2021 പോളിംഗ് 77.40% 2016 79.22% പോളിംഗ് മണ്ഡലത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 10,143 പേർ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പേര് ചേർത്ത് പുതിയ വോട്ടർമാരായി ഉൾപ്പെട്ടു. മണ്ഡലത്തിൽ 14 പ്രശ്നബാധിത ബൂത്തുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ഒരു സ്ഥലത്തും പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല. തികച്ചും സമാധാനപരമായിരുന്നു ഉപതെരഞ്ഞെടുപ്പിലെ പോളിംഗ്. പോളിംഗ് നടപടികൾ നിരീക്ഷിക്കാൻ വെബ്കാസ്റ്റിംഗ് സംവിധാനവും ഒരുക്കിയിരുന്നു. 85 വയസ്സിന് മുകളിലുള്ളവരും 40%-ലധികം ഭിന്നശേഷിയുള്ളവരും ഉൾപ്പെടെ 1,375 പേർ ഹോം വോട്ടിംഗ് സംവിധാനം മുഖേന വോട്ട് രേഖപ്പെടുത്തി. സീൽ ചെയ്ത വോട്ടിംഗ് മെഷീനുകൾ ചെറുതുരുത്തി ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. CASF ഉദ്യോഗസ്ഥർ, പോലീസുകാർ എന്നിങ്ങനെ സ്ട്രോങ് റൂമിന് സുരക്ഷ കർശനമായി തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 23-നാണ് വോട്ടെണ്ണൽ നടക്കുക. കൈരളി ന്യൂസ്, തൃശൂർ.